നമസ്തേ. ഭവനത്തിൻ്റെ കിഴക്ക് വടക്ക് അഥവാ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം പൂജാമുറി ക്രമീകരിക്കേണ്ടത്. വീടിൻ്റെ തെക്കു ഭാഗത്ത് യാതൊരു കാരണവശാലും പൂജാമുറി നിർമ്മിക്കരുത്. പൂജാമുറിയോട് ചേർന്ന് കുളിമുറി, കക്കൂസ് എന്നിവ പാടില്ല. പൂജാമുറിയുടെ കതകുകളും ജനലുകളും വടക്കോ കിഴക്കോ ഭാഗത്തോട്ടായിരിക്കണം ദർശനം. പൂജാമുറിയുടെ തെക്കു കിഴക്ക് ഭാഗത്തായിരിക്കണം നിലവിളക്ക് വയ്ക്കേണ്ടത്. ഹോമങ്ങൾ നടത്തുവാനുള്ള ഹോമകുണ്ഡങ്ങൾ സ്ഥാപിക്കുന്നു എങ്കിൽ അത് പൂജാമുറിയുടെ തെക്ക് കിഴക്കേ ഭാഗത്തായിരിക്കണം സ്ഥാപിക്കേണ്ടത്. ഹോമങ്ങൾ നടത്തുന്ന ആളിൻ്റെ മുഖം കിഴക്കു ദിശയ്ക്ക് അഭിമുഖമായിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ തെക്ക് ദിശയ്ക്ക് അഭിമുഖമായി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന വിധത്തിൽ വിഗ്രഹങ്ങളും ഫോട്ടോകളും സ്ഥാപിക്കരുത്. കിടക്കുന്ന മുറിയുടെയോ ഭക്ഷണമുറിയുടെയോ ഒരു ഭാഗം പൂജാമുറിയായി മാറ്റുവാൻ പാടില്ല. വീടിൻ്റെ കിഴക്ക് ഭാഗത്താണ് കുളിമുറി നിർമ്മിക്കുവാൻ ഉത്തമം. തെക്കു കിഴക്കു ദിശയിൽ കിഴക്കു ഭാഗത്തും കുളിമുറി നിർമ്മിക്കാവുന്നതാണ്. ബേസിൻ, ഷവർ എന്നിവ കുളിമുറിയുടെ വടക്ക് കിഴക്ക് ദിശയിൽ. വാട്ടർ ഹീറ്റർ, ഇലക്ട്രിക്കൽ സജ്ജീകരണങ്ങൾ ഇവ കുളിമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തും. ബാത്ത് ടബ് കിഴക്കോ പടിഞ്ഞാറോ വടക്ക് കിഴക്കോ ഭാഗത്തുമാണ് ക്രമീകരിക്കേണ്ടത്. വടക്ക് കിഴക്ക്, വടക്ക്, കിഴക്ക് ഇവയിലേതെങ്കിലും ദിശയിൽ പുറത്തേക്ക് ഒഴുകുന്ന വിധത്തിൽ ഡ്രെയിനേജ് പൈപ്പ് സ്ഥാപിക്കണം. വാതിലുകൾ കുളിമുറിയുടെ കിഴക്കോ വടക്കോ ഭാഗത്തായിരിക്കണം. കിഴക്കോ വടക്കോ ഭാഗത്ത് നിന്ന് കുളിക്കാവുന്ന രീതിയിൽ വാതിൽ ക്രമീകരിക്കേണ്ടതാണ്. വീടിൻ്റെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നീ ഭാഗങ്ങളിൽ കക്കൂസ് നിർമ്മിക്കാവുന്നതാണ്. ചരിവ് കിഴക്ക് അഥവാ വടക്കു കിഴക്ക് ദിശയിലായിരിക്കണം. തറനിരപ്പിനേക്കാൾ കക്കൂസിന് 2 ഇരട്ടിയോളം ഉയരമുണ്ടായിരിക്കണം. ക്ലോസറ്റ് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോ പടിഞ്ഞാറ് ദിശയിലോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആയിരിക്കണം ക്രമീകരിക്കേണ്ടത്. വെള്ളം ശേഖരിക്കുവാനുള്ള സംവിധാനം കക്കൂസിൻ്റെ വടക്കോ കിഴക്കോ വടക്ക് കിഴക്കോ ഭാഗത്തോ ആകാം. ഭവനവും സെപ്റ്റിക് ടാങ്കും തമ്മിൽ 2 അടിയെങ്കിലും അകലമുണ്ടായിരിക്കണം. വീടിൻ്റെ വടക്കു ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ദിശയോടും ചേർന്നുള്ള ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഒഴികെ വാട്ടർ ടാങ്ക് നിർമ്മിക്കുവാൻ ഉത്തമമാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വാട്ടർ ടാങ്ക് നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ ഇവിടെ ടാങ്കിൽ നിന്ന് ജലം ചോർന്ന് വീടിൻ്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഈർപ്പം നിലനിൽക്കുവാൻ ഇടയാകരുത്. വീടിൻ്റെ കിഴക്കോ വടക്കോ ഭാഗത്ത് കാർ ഷെഡ് നിർമ്മിക്കാവുന്നതാണ്. തെക്കു ഭാഗത്ത് നിർമ്മിക്കുകയാണെങ്കിൽ തെക്കു പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കണം. കിഴക്കും വടക്കും ഭാഗത്ത് നിർമ്മിക്കുന്ന കാർ ഷെഡിൻ്റെ മേൽക്കൂര കെട്ടിടത്തിൻ്റെ മേൽക്കൂരയേക്കാൾ താഴ്ന്നിരിക്കുകയും വേണം. തെക്ക് കിഴക്ക് ഭാഗത്ത് കാർ ഷെഡ് നിർമ്മിക്കുമ്പോൾ വീട്ടിൽ നിന്നും വേർപെടുത്തി സ്ഥാപിക്കണം. ഷെഡിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ വാതിലുകൾ ഉണ്ടാകരുത്. വീടിൻ്റെ കിഴക്ക് അഥവാ വടക്കു ഭാഗത്ത് വേണം പൂന്തോട്ടമോ പുൽത്തകിടിയോ നിർമ്മിക്കുവാൻ. നീന്തൽക്കുളം കിഴക്ക് അഥവാ വടക്കു ഭാഗത്ത് നിർമ്മിക്കണം. അലങ്കാര ചെടികൾ 3-4 അടിയോ ഉയരത്തിൽ കൂടുതൽ വളർത്താൻ പാടില്ല. വെള്ളച്ചാട്ടം വീടിൻ്റെ തെക്കു കിഴക്ക് വടക്കു പടിഞ്ഞാറ് ഭാഗങ്ങൾ ഒഴിവാക്കി നിർമ്മിക്കുന്നതാണ് ഉത്തമമാകുന്നത്. വളർത്തുമൃഗങ്ങൾക്ക് കൂട് പണിയുവാൻ ഉത്തമം വീടിൻ്റെ പുറത്ത് വടക്കു പടിഞ്ഞാറ് ഭാഗമാണ്. ഈ ഭാഗത്ത് മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നത് ഇവയ്ക്ക് രോഗബാധയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ഫലമാകുന്നു. അതുപോലെ വീടിൻ്റെ പുറത്ത് തെക്കോ പടിഞ്ഞാറോ ഭാഗത്ത് ഷെഡുകൾ നിർമ്മിക്കാവുന്നതാണ്. എന്നാൽ വടക്ക് കിഴക്ക് ഭാഗത്ത് ഷെഡ് നിർമ്മിക്കുന്നത് ദോഷം ചെയ്യുകയും ഫലമാകുന്നു. ഭവനത്തിൻ്റെ വടക്കു ഭാഗത്തോ കിഴക്കു ഭാഗത്തോ സ്വീകരണമുറി നിർമ്മിക്കാവുന്നതാണ്. വടക്കു ഭാഗത്താണ് സ്വീകരണമുറിയെങ്കിൽ ആ ഭാഗത്ത് മേൽക്കൂര തെക്കു ഭാഗത്തേക്കാൾ ഉയരം കുറഞ്ഞിരിക്കണം. മുറിയുടെ തറയ്ക്ക് കിഴക്കോട്ടും വടക്കോട്ടും അല്പം ചെരിവുണ്ടായിരിക്കുന്നത് നല്ലതാണ്. സ്വീകരണമുറിയിൽ അലമാരയും ഫർണിച്ചറുകളും ക്രമീകരിക്കുന്നത് മുറിയുടെ തെക്കു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആയിരിക്കണം. മുറിയുടെ തെക്ക് കിഴക്കോ തെക്ക് പടിഞ്ഞാറോ ഭാഗത്തോ വാതിലുകൾ നിർമ്മിക്കരുത്. ഗൃഹനാഥൻ
കിഴക്ക് അഥവാ വടക്ക് ദിശയ്ക്ക് അഭിമുഖമായി ഇരുന്ന് അതിഥികളോട് സംസാരിക്കുന്ന വിധത്തിൽ വേണം കസേരകളും സെറ്റുകളും ക്രമീകരിക്കേണ്ടത്. ടെലിവിഷന്റെ സ്ഥാനം സ്വീകരണമുറിയുടെ തെക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം. ടെലിഫോൺ തെക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് വടക്ക് ഭാഗത്തോ വയ്ക്കാം. എയർ കണ്ടീഷൻ, എയർ കൂളർ ഇവ മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ദൈവങ്ങളുടെ ചിത്രം മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ വയ്ക്കാവുന്നതാണ്. സ്വീകരണമുറിയുടെ ഭിത്തിക്ക് അനുകൂലമായ നിറങ്ങൾ വെള്ള, മഞ്ഞ, പച്ച, നീല എന്നിവയാണ്. അശുഭങ്ങളായ ചിത്രങ്ങൾ ഭിത്തിയിൽ തൂക്കരുത്. വൃത്താകൃതി, മുട്ടയുടെ ആകൃതി, ത്രികോണാകൃതി, 6 വശങ്ങളുള്ളവ എന്നീ ഫർണിച്ചറുകൾ അശുഭമാണ്. ചതുരാകൃതിയിലുള്ള ഫർണിച്ചറുകളാണ് അനുയോജ്യം. ഭക്ഷണമുറിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം ഭവനത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ്. ഇവിടെ പറ്റിയില്ല എങ്കിൽ മാത്രം കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗങ്ങളിലും ക്രമീകരിക്കാവുന്നതാണ്. അടുക്കളയുടെ സമീപമുള്ള മുറി തന്നെ ഭക്ഷണമുറി ആക്കരുത്. തെക്കുദിശയ്ക്ക് അഭിമുഖമായിരുന്ന് ഭക്ഷണം കഴിക്കരുത്. ഭക്ഷണം കഴിക്കുന്ന ആളിൻ്റെ മുഖം കിഴക്ക്, വടക്ക് അഥവാ പടിഞ്ഞാറ് ദിശയ്ക്ക് അഭിമുഖമായിരിക്കണം. ഭക്ഷണമേശകൾ ചതുരാകൃതിയിലായിരിക്കണം. ഭക്ഷണമുറിയിലേക്കുള്ള വാതിലുകൾ കിഴക്ക്, വടക്ക് അഥവാ പടിഞ്ഞാറ് ദിശയിലായിരിക്കണം. ഭക്ഷണമുറിയുടെ വാതിൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വാതിലിന് നേരെ ആകാതിരിക്കാനും ശ്രദ്ധിക്കണം. നീല, മഞ്ഞ, പച്ച ഇവയുടെ ഇളം നിറങ്ങൾ എന്നിവ ഭിത്തിക്ക് നൽകാവുന്നതാണ്. അടുക്കള നിർമ്മിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ഭാഗം തെക്കുകിഴക്ക് ഭാഗമാണ്. അടുപ്പ് സ്ഥാപിക്കുന്നത് തെക്ക് കിഴക്ക് ഭാഗമായിരിക്കണം. ടേബിൾ മുറിയുടെ തെക്കും കിഴക്കും ഭിത്തികളുമായി സമ്പർക്കത്തിൽ വരാത്ത വിധം 2-3 ഇഞ്ച് മാറ്റി നിർമ്മിക്കേണ്ടതാണ്. ധാന്യങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയൊക്കെ സൂക്ഷിക്കേണ്ടത് അടുക്കളയുടെ തെക്കോ പടിഞ്ഞാറോ ഭാഗത്തായിരിക്കണം. ഗ്യാസ്, സ്റ്റൗ ഇവ വയ്ക്കേണ്ടതും ഈ ഭാഗത്ത് തന്നെയാകുന്നു. പ്രവേശനദ്വാരം വടക്ക് കിഴക്ക് അഥവാ പടിഞ്ഞാറ് ദിശയിലായിരിക്കണം. മുറിയുടെ മൂലയ്ക്ക് വാതിലുകൾ പാടില്ല. ഒത്ത നടുക്ക് നിർമ്മിക്കണം. പൈപ്പുകളും ബേസിനുകളും മുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കണം. അടുക്കളയുടെ ജനലുകളും വെന്റിലേഷനുകളും കിഴക്കോ പടിഞ്ഞാറോ ദിശയിലായിരിക്കണം. ഫ്രീസർ, ഫ്രിഡ്ജ് ഇവ തെക്കു കിഴക്ക്, തെക്കു പടിഞ്ഞാറ് അഥവാ വടക്ക് ഭാഗത്തായിരിക്കണം. ഡൈനിങ് ടേബിൾ പടിഞ്ഞാറോ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ ആയിരിക്കണം. അടുക്കളയിലെ ഭിത്തിക്ക് റോസ്, മഞ്ഞ, നീല ഈ നിറങ്ങൾ വളരെ ഉത്തമമാകുന്നു. കുടുംബജീവിതത്തിൽ കിടപ്പുമുറി ഏറെ പ്രാധാന്യം നൽകേണ്ടതാണ്. തെറ്റായ സ്ഥാനത്തെ കിടപ്പുമുറികൾ കലഹങ്ങളും ദുരിതങ്ങളും ഉണ്ടാക്കുവാൻ ഇടവരുത്തുന്നു. കിടപ്പുമുറി വീടിൻ്റെ പടിഞ്ഞാറ് ദിശയിലോ തെക്ക് പടിഞ്ഞാറോ ഭാഗത്തായിരിക്കണം. മറ്റൊരു കിടപ്പുമുറി വടക്കു ദിശയിൽ വടക്കു പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കി നിർമ്മിക്കാവുന്നതാണ്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിക്കുന്ന കിടപ്പുമുറി യാതൊരു കാരണവശാലും കുട്ടികളുടെ കിടപ്പുമുറിയായി ഉപയോഗിക്കരുത്. വിവാഹിതരായ മുതിർന്ന വ്യക്തികളാണ് ഈ ഭാഗത്ത് കിടപ്പുമുറി ഉപയോഗിക്കേണ്ടത്. കുട്ടികൾക്ക് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് പടിഞ്ഞാറ് ഭാഗം ഒഴിവാക്കി കിടപ്പുമുറികൾ നിർമ്മിക്കാം. എന്നാൽ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വിവാഹം കഴിയാത്ത മക്കൾക്കും അതിഥികൾക്കും കിടപ്പുമുറി ആകാം. ഭിത്തിക്ക് ഇളം നീല, ഇളം പച്ച, ഇളം റോസ് തുടങ്ങിയ നിറങ്ങൾ അനുയോജ്യമാണ്. നിങ്ങളുടെ കിടപ്പുമുറിയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അലമാരകൾ തുടങ്ങിയ ഭാരം കൂടിയ വസ്തുക്കൾ ക്രമീകരിക്കണം. കിടപ്പുമുറിയുടെ തെക്ക് പടിഞ്ഞാറ് മൂലയുടെ തെക്കു ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ ആയിരിക്കണം ഇവ സ്ഥാപിക്കേണ്ടത്. കിടക്കുമ്പോൾ കാലുകൾ തെക്കുദിശയിലായിരുന്നാൽ ഉറക്കക്കുറവ് ഉണ്ടാകുകയും ദുർസ്വപ്നങ്ങൾ കാണുന്നതിന് ഇടവരുകയും ദുഷ്ചിന്തകൾ മനസ്സിൽ ഉണ്ടാകുന്നതിനും ഇടയാകും. കാലുകൾ കിഴക്കുദിശയിലായിരുന്നാൽ പ്രശസ്തിയും അഭിവൃദ്ധിയും ഉണ്ടാകും. പടിഞ്ഞാറ് ദിശയിലായാൽ മനസമാധാനവും ആധ്യാത്മിക കാര്യങ്ങളിൽ താൽപ്പര്യവും ഉണ്ടാകുന്നതാണ്. കാലുകൾ വടക്കുദിശയിലാക്കി ഉറങ്ങിയാൽ ധനവും അഭിവൃദ്ധിയും ഫലമാകുന്നു. കിടപ്പുമുറിയുടെ വാതിൽ കിഴക്കോ വടക്കോ പടിഞ്ഞാറോ ദിശയിലായിരിക്കണം.
കിടപ്പുമുറിയിൽ ഇരുന്ന് എഴുതാറുണ്ടെങ്കിൽ അതിനായി ടേബിൾ ഇടുന്നത് മുറിയുടെ പടിഞ്ഞാറ് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ആയിരിക്കണം.